ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ഏകാദശി പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ മഹാവിഷ്ണു ഭഗവാനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ ആ ആഗ്രഹങ്ങൾ ശരിയായ രീതിയിൽ ജീവിതത്തിൽ നടക്കാത്തതിനാൽ നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങളുണ്ട് എന്ന് പറയാം. അതിനാൽ തന്നെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അല്ലെങ്കിൽ വളരെയധികം വിഷമം, നിരാശ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും ഉടനെ നടക്കണം എന്നില്ല. അതിൽ ഏതെങ്കിലും ഒരു ആഗ്രഹമെങ്കിലും ഉടനെ നടക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. സഹായം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. എന്നാൽ നിങ്ങൾ ഇപ്പോൾ പണം ശ്രദ്ധിച്ച് മാത്രമേ ചെലവാക്കുവാൻ പാടൂ. ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ചെലവ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അധികരിച്ചിട്ടുണ്ട് എങ്കിൽ അത് കുറയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പണം കൈകാര്യം ചെയ്യുമ്പോൾ ഈ സമയം വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്നാണ് ഫലമായി പറയുവാൻ സാധിക്കുക. കാരണം ഈ സമയം പണവുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾക്കും പല രീതിയിലുള്ള ടെൻഷനുകൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ബന്ധങ്ങൾ നിങ്ങളെ ചതിക്കുന്നതായ അവസ്ഥ പോലും വന്നു ചേരാം. വളരെയധികം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ആത്മാർത്ഥമായി മുന്നോട്ട് പോകുന്ന ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അത്തരത്തിൽ ഒരു ചതിവ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മനക്ലേശങ്ങൾക്ക് ഇത് കാരണമായി തീരാം എന്ന കാര്യവും ഓർക്കുക. ആ കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ജീവിതത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടുള്ളതാകുന്നു. എന്നാൽ അതെല്ലാം അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാണ്. അതിജീവിച്ച് മുന്നോട്ട് പോയിട്ടുള്ളവരാണ് നിങ്ങൾ. ഇനി ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്ന് തന്നെ പറയാം. പ്രധാനപ്പെട്ടതായ പല മാറ്റങ്ങളും സംഭവിക്കാൻ പോവുകയാണ്. പോസിറ്റീവായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചതെല്ലാം തന്നെ താൽക്കാലികമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കാരണം ലക്ഷ്യത്തിലേക്ക് എത്തുകയും വിജയങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യേണ്ടതാകുന്നു. അതിന് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ ഈ സമയം എല്ലാ കാര്യവും നിങ്ങൾ പഠിച്ചതും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളതായ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. ഈശ്വരാധീനം, ഭഗവാന്റെ കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ് ഇത്. അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ പോലും, അത്ഭുതകരമായി രക്ഷപ്പെടാൻ പോലും ഭഗവാന്റെ കടാക്ഷത്താൽ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. ഭഗവാന്റെ ഒരു രക്ഷാകവചം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നത് തന്നെയാണ് വാസ്തവം. ഉള്ളിൻ്റെ ഉള്ളിൽ ചില തോന്നലുകൾ നിങ്ങൾക്കുണ്ട്. ആരോ നിങ്ങളെ രക്ഷിക്കുന്നു എന്ന തോന്നൽ, അത് പല അവസരങ്ങളിലും നിങ്ങൾക്ക് പ്രകടമായിട്ടുള്ളതാണ് എന്നതും വാസ്തവമാകുന്നു. മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ സമയമാകുന്നു. ഈ സമയം ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ ഈ സമയം മാനസികമായി കരുത്ത് നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സഹോദരന്മാരുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല പ്രശ്നങ്ങളും അനുരഞ്ജനത്തിലേക്ക് എത്തും. ഈ സമയം വീട്ടമ്മമാർക്ക് അഭിനന്ദനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തുക. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സമാധാനം, തർക്കങ്ങൾ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ഈ സമയം തീർച്ചയായും ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ പ്രവൃത്തികളിൽ ആസൂത്രണ മികവ് പ്രകടമാകും. അത് മറ്റുള്ളവർക്ക് അംഗീകരിക്കപ്പെടുന്ന കാര്യങ്ങളാകും. ഉന്നത പദവികൾ പോലും ലഭിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ സമയം പിതൃ സ്വത്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും.
ഈ സമയം ദുർവാസനകളെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. തൊഴിൽ തേടുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ശുഭകരമായ വാർത്തകൾ വന്നു ചേരും. വിവാഹ കാര്യത്തിലും ശുഭകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വസ്തുക്കൾ, ചില ആഡംബരപരമായ വസ്തുക്കൾ പോലും സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ആരോഗ്യപരമായി മെച്ചപ്പെട്ട സമയമാണ് എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. പുതിയ കർമ്മരംഗത്ത് പോലും പ്രവേശിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം പഠിപ്പിനും പരിചയത്തിനും അനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കും. കടബാധ്യതകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പഴയ കടബാധ്യതകൾ വീടുകയും മനസമാധാനം വന്ന് ചേരുകയും ചെയ്യും. ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. സഹോദരന്മാരുടെ സുഹൃത്തുക്കളുടെ പിന്തുണ ആർജിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വ്യവഹാരങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. അനുരഞ്ജനത്തിലൂടെ പോലും തീർപ്പാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രണയികൾക്കും ഈ സമയം അനുകൂലം തന്നെയാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമാകുന്നു. കാരണം ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. വിമർശിക്കുവാനുള്ള വ്യക്തികൾ പോലും നിങ്ങളെ അനുകൂലിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അസാധ്യമായ കാര്യങ്ങൾ പോലും നേടിയെടുക്കുവാൻ സാധിക്കും. ആദായം വർദ്ധിക്കും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. അത് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഈ സമയം ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയമാണ്. അതിജീവന ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ധനവിനിയോഗം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ഈ സമയം പുതുജോലി നേടുവാനുള്ള ശ്രമങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം മാർഗക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സമയമാണ്. നിങ്ങൾക്ക് ആവശ്യമായ പണം കൈകളിലേക്ക് എത്തിച്ചേരുന്നതായ സമയം. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരും. പദവിയിൽ ഉയർച്ചകൾ വന്നു ചേരും. എന്നാൽ എടുത്തുചാട്ടം, സാഹസങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ഉത്തമം. കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രകൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പ്രയത്നം അത് ശരിയായ രീതിയിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം പുതിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ലഭിക്കാം. കൂടാതെ ഈ സമയം ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കലഹങ്ങൾക്കും തർക്കങ്ങൾക്കും ഈ സമയം മുതിരാൻ പാടില്ല. അത് നിങ്ങളുടെ സൗഭാഗ്യം തട്ടിത്തെറിപ്പിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. വ്യാഴമാറ്റം നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ കൊണ്ടുവരും. മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം മൂലം ജീവിതത്തിൽ ആശ്വാസകരമായ ചില കാര്യങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. വ്യാപാരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതായ സമയം. ആസൂത്രണ മികവ് അംഗീകരിക്കപ്പെടുന്നതായ സമയം. ഉന്നതമായ പദവികൾ തേടിയെത്തുന്ന സമയം എന്ന പ്രത്യേകതയുമുണ്ട്. കൂടാതെ പിതൃസ്വത്തുക്കളിൽ നിന്നും ആദായം ലഭിച്ചു തുടങ്ങും. ദുർവാസനകളെ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അത്തരം ശുഭവാർത്തകൾ നിങ്ങൾക്ക് വന്നു ചേരാം. വിവാഹവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും. കടബാധ്യതകൾ നിങ്ങൾക്ക് ഒരു പരിധി വരെയെങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും. ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും വന്നു ചേരാം. സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മറ്റ് വ്യക്തികളുടെയും പിന്തുണ ഈ സമയം നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം അസാധ്യം എന്ന് കരുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം അധിക ചുമതലകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. യാത്രകൾ വന്ന് ചേരുന്നതാണ്. യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ സംജാതമാകും. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും. കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല ക്ലേശങ്ങളും മനക്ലേശങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ക്ഷോഭം പൂർണ്ണമായും ഒഴിവാക്കുക. എടുത്തുചാട്ടം ഒഴിവാക്കുക. സാഹസികത ഒഴിവാക്കുക. ഈ കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഭാഗ്യം തുണയ്ക്കുകയും ഇരട്ടി നേട്ടങ്ങൾ ഈ സമയം സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക.